മുംബൈ ഭീകരാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞ ധീരജവാൻ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ ഓർമ്മകൾക്കിന്ന് 16 വയസ്സ്. തീവ്രവാദികളുടെ വെടിവയ്പ്പിൽ നിന്ന് സഹപ്രവർത്തകനെ രക്ഷിക്കുന്നതിനിടെയാണ് മേജർ സന്ദീപിന് വെടിയേറ്റത്. ആർമി മേജറായിരുന്ന സന്ദീപ് ദേശീയ സുരക്ഷാ സേനയിൽ ഡെപ്യൂട്ടേഷനിൽ പരിശീലകനായി ജോലി ചെയ്യുകയായിരുന്നു. താജ് ഹോട്ടൽ ആക്രമണത്തിൽ സന്ദീപ് നയിച്ച സംഘമാണ് 14 പേരെ സുരക്ഷിതമായി പുറത്തെത്തിച്ചത്. മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ വീട്ടിൽ നിന്ന് അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, സന്ദീപ് ഉണ്ണികൃഷ്ണന്റെ ഓർമ്മകൾക്ക് ഇന്ന് 16 വയസ്സ് തികയുകയാണ്. ഒപ്പം തന്നെ തീവ്രവാദികളുടെ വെടിവയ്പ്പിൽ നിന്ന് സഹപ്രവർത്തകനെ രക്ഷിക്കുന്നതിനിടെയാണ് മേജർ സന്ദീപിന് വെടിയേറ്റത്. അനഘ, ഇപ്പോൾ ഉള്ളത് സന്ദീപിൻ്റെ വീട്ടിലാണെന്ന് അറിയുന്നു. അവിടെ നിന്ന് ഇപ്പോൾ വീട്ടുകാരുടെ പ്രതികരണം നമുക്ക് ലഭ്യമാണോ? കരുത്തിൻ്റെ പര്യായമായ മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ ജനിച്ചു വളർന്ന കോഴിക്കോട്ടെ ചെറുവണ്ണൂരിലുള്ള വീട്ടിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഈ വീട്ടിലാണ് സന്ദീപ് കുട്ടിക്കാലത്ത് ചെലവഴിച്ചിരുന്നത്. സന്ദീപിൻ്റെ അമ്മായി ഇപ്പോൾ നമ്മോടൊപ്പം ചേരുകയാണ്. സന്ദീപ് ഉണ്ണികൃഷ്ണൻ എന്ന ഒരു കരുത്തനായ മേജർ ആണ്. മേജർ ജനിച്ചു വളർന്ന കുട്ടിക്കാലം ചെലവഴിച്ച ഒരു വീടാണ് ഇത്. ആ ഒരു ഓർമ്മകൾ എന്തൊക്കെയായിരുന്നു? കൂടുതൽ ഞാൻ 15 വയസ്സ് അവന് SLCക്ക് പഠിക്കുമ്പോഴാണ് എന്നെ കല്യാണം കഴിച്ചവിടെ കൊണ്ടുവന്നത്. അന്നോട്ട് എൻ്റെ പേര് നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണ് അവൻ. എന്താ പറയുക, അവന് ചിരിക്കാനും കളിക്കാനും ഇവിടെ നാട്ടിൽ വരാൻ ഒരു സാധാരണ ഒരു ലുങ്കിയൊക്കെ എടുത്തിട്ടാണ് അവൻ നടക്കുക. ഒരു മേജറിൻ്റെ ആർമിയിൽ ജോലിയുള്ള ഒരാളെ മാതിരിയല്ല. ഇവിടെയുള്ള ആളുകൾക്കൊന്നും അറിയില്ല. പുറത്തേക്ക് ഇറങ്ങിയ ആളുകളുടെ ഇടയിലുള്ള സംഭാഷണങ്ങൾ ശ്രദ്ധിക്കുക, അതിൽ നർമ്മം കണ്ടെത്തുക, അങ്ങനെയുള്ള ആളാണ്. ഈ ചെറുപ്പത്തിൽ തന്നെ സന്ദീപിന് ഈ മിലിറ്ററിയിലേക്ക് പോകണം അങ്ങനെ ഒരു സംഭവം പ്രകടിപ്പിച്ചിരുന്നു. അവൻ്റെ അമ്മ പറയാറുണ്ട് അങ്ങനെ. എനിക്ക് SLC കഴിഞ്ഞ് ഞാൻ വന്ന് കല്യാണം കഴിഞ്ഞ ശേഷം അവന് ഇവിടെ പോയത് എന്താണ് ഭോപ്പാലിൽ പോയിട്ട് മിലിറ്ററീൻ്റെ ഇതിലേക്ക് ഇൻ്റർവ്യൂലോ എക്സാമോ അതെനിക്ക് അറിയില്ല പോയത്. SLC കഴിഞ്ഞിട്ട് +2 കഴിഞ്ഞിട്ടാണ് തോന്നുന്നു. പിന്നെ അതിൽ ചേരാനും ഭയങ്കര താല്പര്യമായിരുന്നു. എല്ലാത്തിലും ജീനിയസായ കുട്ടിയായിരുന്നു അവൻ. അത് ചേച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട്. അടുത്ത അവൻ്റെ ലെസൺസ് പഠിച്ചു കഴിഞ്ഞാൽ അടുത്ത ക്ലാസ്സിൻ്റെ ഇവിടെ പോയി നിന്നിട്ട് അതുകൂടെ കേട്ട് മനസ്സിലാക്കുന്ന അതായത് ബുക്കുകൾ വായിക്കാൻ ഇഷ്ടമായിരുന്നു എല്ലാം. ഈ 2008 നവംബർ 26 രാജ്യം മറക്കാത്തൊരു ദിവസമാണ്. ആ സമയത്ത് ഈ വിവരം സന്ദീപ് ഇത്തരത്തിൽ ആ ഒരു മിഷനിലുണ്ട് എന്നതൊക്കെയുള്ള കാര്യങ്ങൾ ആ സമയം ഓർത്തെടുക്കുന്നത് ഈ ഒരു ദിവസം എങ്ങനെയാണ്? എന്നതിൽ അവൻ പോയിട്ടുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. പക്ഷേ അമ്മാവന് തോന്നിയിട്ടുണ്ട് അവൻ അതിൽ പങ്കെടുക്കാതിരിക്കില്ല. കാരണം അവൻ്റെ ക്യാരക്ടർ അങ്ങനെയാണ്. എന്തെങ്കിലും മറ്റുള്ളവർക്ക് അമ്മയോട് പറയാറുണ്ട്, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ട് അല്ല ഒന്നും വരാതെ ഞാൻ മുന്നിലുണ്ടാവും എന്നാണ് അവൻ പറയാറ്. പിന്നെപ്പോഴാണ് നിങ്ങൾ അറിഞ്ഞത് ആ ഒരു ഇതിൽ സന്ദീപ് ഉണ്ട് എന്നുള്ളതടക്കമുള്ള കാര്യങ്ങൾ? പിന്നീട് അച്ഛൻ അമ്മയുടെ അനിയത്തി തൊട്ട വീട്ടിൽ തന്നെയാണ് അവളുടേക്ക് വിളിച്ച് പറഞ്ഞതാണ്. അങ്ങനെയാണ് അവൻ പോയി എന്നാണ് പറഞ്ഞത്. ഞങ്ങളോട് പെട്ടെന്ന് ഷോക്കായി പോയി. പിന്നീട് എപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയുന്നത്? എപ്പോഴാണ് അത്? രാവിലെ ഒരു 10 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അച്ഛൻ വിളിച്ച് പറയുമ്പോൾ, സന്ദീപിൻ്റെ അച്ഛൻ വിളിച്ച് പറയുമ്പോൾ അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. എന്താ പറയുക, ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു വേദന ഉണ്ടാക്കുന്നൊരു നിമിഷമായിരുന്നു അത്. വേദന ഉണ്ടാക്കുന്നൊന്നും ചോദിക്കാന്നില്ല. അത്രയും പ്രിയപ്പെട്ട കുട്ടിയായിരുന്നു ഞങ്ങളെ. ഈ സന്ദീപിന് ആ സമയത്ത് തന്നെ ഇങ്ങനെ ഇത്തരത്തിലുള്ള അതായത് സന്ദീപ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ സന്ദീപ് പലപ്പോഴും അമ്മ ധനലക്ഷ്മിയോട് പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് എൻ്റെ ജീവൻ കൊടുത്തും ഞാൻ മറ്റുള്ളവരുടെ ജീവൻ രക്ഷിക്കും, മറ്റുള്ളവരുടെ ജീവൻ പോകുന്നതും എൻ്റെ ജീവൻ പോകുന്നതും എനിക്ക് ഒരുപോലെയാണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ എപ്പോഴും അമ്മ ധനലക്ഷ്മിയോട് സന്ദീപ് പങ്കുവെക്കുമായിരുന്നു. അങ്ങനെ ഈ സംഭവ സമയത്ത് നിങ്ങൾ ആ സ്ഥലത്തേക്ക് പോവുക ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നോ? എനിക്ക് എൻ്റെ അമ്മേൻ്റെ ചേച്ചി സുഖമില്ലാത്ത ആളായിരുന്നു. അപ്പം ഞാൻ പോയില്ല. അവർ ഉച്ചശേഷം അമ്മാവനും എൻ്റെ മൂത്ത മകൻ അന്ന് 8ൽ പഠിക്കുകയാണ്, അവനും പിന്നെ ഇവിടെ കുടുംബങ്ങളെല്ലാവരും പോയിരുന്നു. എനിക്ക് പോകാൻ പറ്റിയില്ല. കാരണം ചേച്ചി സുഖമില്ലാത്ത ആളായതുകൊണ്ട് ചേച്ചിയും ചെറിയ മകനും സ്കൂളിൽ പോകുന്നതുകൊണ്ട് ഞാൻ പോയില്ലായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ പോയി. ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത്. അതായത് അന്ന് ഈ സംഭവം നടക്കുന്ന സമയത്ത് നിങ്ങൾ ഈ TV-യിലൂടെ മറ്റുമൊക്കെ നമ്മൾ ഈ ദൃശ്യങ്ങളൊക്കെ കാണുന്നുണ്ടായിരുന്നു. ആ സമയത്ത് നിങ്ങൾ ഈ ദൃശ്യങ്ങളൊക്കെ ഇവിടെ ഇരുന്ന് കാണുന്ന സാഹചര്യമായിരുന്നു? കണ്ടിരുന്നു. TV-യിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഞങ്ങൾ. പിന്നെ ആ സമയത്ത് സന്ദീപിനെ ബന്ധപ്പെടുകയോ മറ്റെന്തെങ്കിലും ഒക്കെ ചെയ്തിരുന്നോ? സന്ദീപിനെ ആ സമയത്തെ ബന്ധപ്പെടുകയോ അല്ലെങ്കിൽ എന്താ പോയതിനു ശേഷമാണല്ലോ ഞങ്ങൾ അറിയുന്നത്. 10 മണി പിറ്റേന്ന് 28-ാം തീയതിയാണോ അറിയില്ല, 10 മണി കഴിഞ്ഞിട്ടാണ് അച്ഛൻ വിളിച്ച് പറയുന്നത് ഞങ്ങളെ. അപ്പോഴാണ് ഞങ്ങൾ അറിഞ്ഞത്. സന്ദീപ് ഒറ്റ മകനാണല്ലേ? അതെ, ഒറ്റ മകനാണ്.
ഈ സന്ദീപിന്റെ കുടുംബമൊക്കെ ഇപ്പോൾ ഇല്ല, അവൻ്റെ ഈ ഇൻസിഡൻറ്റിന് മുന്നേ തന്നെ ഡൈവോഴ്സ് ആയതാണ് അവർ. അച്ഛനും അമ്മയും ബാംഗ്ലൂർ ലഹങ്ക സെറ്റിൽഡാണ്. വർഷങ്ങളായിട്ട് അവിടെ തന്നെയാണ് അവർ. സ്വന്തം വീട് ആയിട്ട് ലഹങ്ക. അവൻ്റെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അവൻ ജനിച്ചപ്പോൾ തൊട്ടുള്ള എന്താ പറയുക, ഓരോ ഇതും ഗാലറി പോലെ ഉണ്ട്. മേജർ സന്ദീപ് ഉണ്ണികൃഷ്ണൻ മെമ്മോറിയൽ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ട് വെച്ചിട്ട് വീടിൻ്റെ മുകളിൽ ആളുകൾ എല്ലാവരും സന്ദർശിക്കുന്നത്. മാർച്ച് 15 അവൻ്റെ പിറന്നാളാണ്. എല്ലാ വർഷവും അവിടെ നടത്താറുണ്ട് വിപുലമായ ചടങ്ങുകളോടെ. നമുക്ക് സന്ദീപിന്റെ കുട്ടിക്കാലത്തെ ഏറ്റവും ഓർമ്മ, ആ സമയത്തുള്ള ഒരു ഓർമ്മ അമ്മായി ഓർത്തെടുക്കുക എങ്ങനെയാണ്? കുട്ടിക്കാലത്തെന്ന് പറഞ്ഞാൽ എനിക്ക് 15 വയസ്സിന് ശേഷമുള്ളതേ അറിയുള്ളൂ. ഞാൻ ശേഷം എത്തി, അല്ലാതെയുള്ള ഓർമ്മകൾ പറയാനാണ് ഇപ്പം അമ്മാവനൊക്കെ ഉള്ളൂ. അപ്പോൾ ഇവിടെ സ്ഥലത്തില്ല അവർ, വൈകുന്നേരം വരുള്ളൂ. അതിനുശേഷം തന്നെയാണ് ഇച്ചിരി എന്താ പറയുക, നമ്മൾ ഓർക്കുമ്പോൾ പറയാനുള്ള അത്ര ഒന്നുമില്ല. അമ്മായി എന്തായാലും സന്ദീപിൻ്റെ ചെറുപ്പത്തിലുള്ള ഓർമ്മകൾ ഓർത്തെടുക്കുകയാണ്. ഈ അവസരത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല. ഒരു സന്ദീപ് ജീവൻ കൊടുത്ത് രക്ഷിച്ച ഒരാളുണ്ട്, പ്രദീപ്, മലയാളിയാണ്. ആ പ്രദീപ് ഓർത്തെടുക്കുന്ന ഒരു കാര്യമുണ്ട്. കാരണം അന്ന് ആ നടുക്കുന്ന രാത്രിയിൽ ജീവൻ കയ്യിൽ പിടിച്ച് ആ മുറിയിൽ ഇരിക്കുന്ന സമയത്താണ് സന്ദീപ് അടക്കമുള്ള സൈനികർ ആ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് വരുന്നത്. സന്ദീപ് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആപ്പിളും ഒരു കുപ്പി വെള്ളവും തനിക്ക് നേരെ വെച്ച് നീട്ടി. അത് കുടിച്ചു. അതിനുശേഷം ആ ഭീകരരുടെ മുന്നിൽ കയ്യിൽപ്പെടാതെ സന്ദീപിന്റെ ജീവൻ വിലവയ്ക്കാതെ തൻ്റെ ജീവൻ മുറുകെ പിടിച്ചുകൊണ്ട് സന്ദീപ് തന്നെ പുറത്തെത്തിച്ചു എന്ന് ഓർക്കെടുത്ത് പ്രദീപ് എന്ന് പറയുന്ന അന്ന് ആ സംഭവത്തിൽ നേരിട്ട് ദൃസാക്ഷി അനുഭവിക്കേണ്ടി വന്ന ആൾ പറയുന്നത് നമുക്ക് ഈ അവസരത്തിൽ മറക്കാൻ കഴിയില്ല. ശരി അനഘ, മുംബൈ ഭീകരാക്രമണത്തിൽ ജീവൻ പൊലിഞ്ഞ ധീര ജവാൻ സന്ദീപ് ഉണ്ണികൃഷ്ണൻ്റെ ഓർമ്മയ്ക്ക് ഇന്ന് 16 വയസ്സ് തികയാണ്. സന്ദീപിൻ്റെ വീട്ടിൽ നിന്ന് അനഘ ഹർഷനാണ് കുടുംബത്തിൻ്റെ പ്രതികരണവുമായി വീട്ടിൽ നിന്ന് ചേർന്നത്.